വയസ്സാനാലും ഉൻ സ്റ്റൈലും അഴകും ഉന്നെ വിട്ടു പോകലേ. അതെ, ഇതൊരു പഴയ സിനിമ ഡയലോഗാണ്. ഇതിവിടെ പറയാൻ ഒരു കാരണമുണ്ട്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം. ഒരു പഴയ രജനീകാന്ത് സിനിമയിലെ മാസ് ഡയലോഗാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരല്പം പ്രായമേറിയ കഥാപാത്രത്തോട് പറയുന്ന ഒരു ഡയലോഗാണിത്. ഇതുപോലെ തന്നെ സമാന രീതിയിൽ പ്രായമേറിയാലും പ്രവർത്തനശേഷി നിലനിർത്തുന്ന ഒരു പുലിക്കുട്ടി നമ്മുടെ സേനയിലുമുണ്ട്. സെപക്കാറ്റ് ജാഗ്വാർ. അതെ, ഇന്ത്യൻ സേനയിലെ പ്രായമേറിയ ഗർജിക്കുന്ന സിംഹം ഷംഷേർ എന്നും അറിയപ്പെടുന്ന സെപക്കാറ്റ് ജാഗ്വാർ എന്ന യുദ്ധവിമാനമാണ് കഥയിലെ താരം. കാലപ്പഴക്കം ചെന്നതാണെങ്കിലും ഇവനെ സേനയിൽ നിന്നും ഒഴിച്ചുകൂടാനാവാത്ത നമ്മുടെ ഒരു ആസ്തിയായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. വളരെ താഴ്ന്ന ഉയരത്തിലും സൂപ്പർസോണിക് കഴിവുകൾ നിലനിർത്തി നുഴഞ്ഞു കയറാൻ പോകുന്ന തരത്തിലാണ് ഇവന്റെ രൂപകൽപ്പന. ഇതിന്റെ നൂതന റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ശത്രുതാപരമായ പ്രദേശങ്ങളിലേക്ക് ആഴത്തിൽ കൃത്യമായ ആക്രമണങ്ങൾ നടത്തുവാൻ ഇവയ്ക്ക് കഴിയും. 1979 ജാഗ്വാർ യുദ്ധവിമാനങ്ങൾ സേനയിൽ ഉൾപ്പെടുത്തിയത്. 1971 യുദ്ധത്തിന് ശേഷമുള്ള യുദ്ധവിമാനങ്ങളുടെ കുറവ് ഇവയുടെ വരവോടെ കുറയുകയാണ് ഉണ്ടായത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ലൈസൻസിന് കീഴിൽ 160-ലധികം യൂണിറ്റുകളാണ് നിർമ്മിച്ചത്. ഏകദേശം 900 കിലോമീറ്റർ ദൂര പരിധി സെപക്കാറ്റ് ജാഗ്വാറുകൾക്കുണ്ട്. അതുപോലെ തന്നെ മണിക്കൂറിൽ 1400 കിലോമീറ്റർ വേഗത കൈവരിക്കാനും ഇവയ്ക്കാകുമെന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലുള്ളതും താഴ്ന്നു പറക്കേണ്ടതുമായ സാഹചര്യങ്ങളിൽ ഇവയുടെ പോരാട്ട ശേഷി അനുയോജ്യമാക്കുന്നു. ഇനി ഇവയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1999 കാർഗിൽ സംഘർഷത്തിൽ ജാഗ്വാർ യുദ്ധവിമാനങ്ങൾ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്തിടെ നടന്ന 2019 ബാലാക്കോട്ട് ആക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ F-16 വിമാനങ്ങളെ മിറാഷ് 2000 വിമാനങ്ങളിൽ നിന്ന് അകറ്റി ആധുനിക യുദ്ധതന്ത്രത്തിന്റെ മികച്ച നീക്കങ്ങൾ കാണിച്ചു തരികയും ചെയ്തു. 1980-കളിൽ ആരംഭിച്ച ഡിസ്പ്ലേ അറ്റാക്ക് റേഞ്ചിങ് ആൻഡ് ഇനേർഷ്യൽ നാവിഗേഷൻ ഡാരിൻ പ്രോഗ്രാമിന് കീഴിൽ നവീകരണ പ്രവർത്തനങ്ങൾ ജാഗ്വാർ വിമാനങ്ങളിൽ നടത്തി എന്നതാണ്. ഈ നവീകരണ പ്രവർത്തനങ്ങളിൽ വിമാനത്തിന്റെ ചിസൽ നോസ് നിലനിർത്തി, അതായത് വിമാനത്തിന്റെ മുന്നിലെ നോസ് പോലിരിക്കുന്ന ആ ഒരു ഭാഗം നിലനിർത്തി എന്നതാണ്. പക്ഷേ ഒരു സാഗം നാവിഗേഷൻ ആക്രമണ സംവിധാനം, അതുപോലെ തന്നെ സംയോജിത മാപ്പ്, ഇലക്ട്രോണിക് ഡിസ്പ്ലേ, ഹെഡ് അപ്പ് ഡിസ്പ്ലേ പോലെയുള്ള ഒട്ടനവധി ഉപയോഗപ്രദമായ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. 1999 കാർഗിൽ യുദ്ധത്തിൽ ഈ മെച്ചപ്പെടുത്തലുകൾ വളരെയധികം ഗുണം ചെയ്യുകയും ചെയ്തു. 2000-ന്റെ തുടക്കത്തിൽ ഡാരിൻ 2 നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു. ഇതിൽ തെയിൽസ് ലേസർ ടാർഗറ്റിംഗ് പോഡ് ഉപയോഗിച്ച് വിമാനത്തിന്റെ മൂക്കിന്റെ ആകൃതി പുനർനിർമ്മിച്ചു. എൽബിറ്റ് ഹെഡ് അപ്പ് ഡിസ്പ്ലേ, ഇനേഷ്യൽ നാവിഗേഷൻ, GPS മൾട്ടി ഫംഗ്ഷൻ കോക്ക്പിറ്റ് ഡിസ്പ്ലേ, എൽറ്റ EL 8222 ജാമർ, തരംഗ് റഡാർ മുന്നറിയിപ്പ് റിസീവറുകൾ, കൗണ്ടർ മെഷേഴ്സ് ഡിസ്പെൻസറുകൾ, അതുപോലെ തന്നെ അശ്രാം എയർ ടു എയർ മിസൈലുകൾ, ടെക്സ്ട്രോൺ CBU 105 സെൻസർ ഫ്യൂസ്ഡ് വെപ്പൺസ് എന്നിവ കൂട്ടിച്ചേർക്കലുകളിൽ ഉൾപ്പെടുന്നു. ഈ ജാഗ്വാർ സ്ട്രൈക്ക് എയർക്രാഫ്റ്റിന്റെ ഏക ഓപ്പറേറ്റർ ഇപ്പോൾ ഇന്ത്യ മാത്രമാണ്. 2014 റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാൻ പിൻവലിച്ച ജാഗ്വാറുകൾ സ്വന്തമാക്കാൻ നമ്മുടെ രാജ്യം ഒരു കരാറിൽ ഏർപ്പെട്ടതായി ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നു. ചിലരെങ്കിലും ചിന്തിക്കും, മറ്റൊരു രാജ്യം ഉപയോഗിച്ച് കളഞ്ഞതിനെയൊക്കെ പോയി എടുത്തുകൊണ്ടുവരേണ്ട കാര്യം നമ്മുടെ രാജ്യത്തിനുണ്ടോ എന്നത്. എന്നാൽ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഈ യുദ്ധവിമാനങ്ങൾ ഫ്രണ്ട് ലൈൻ സേവനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയല്ല കൊണ്ടുവരുന്നത്. സ്പെയർ പാർട്സുകൾ എടുക്കുന്നതിനും അതുപോലെ തന്നെ മറ്റാവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നതിനും വേണ്ടിയൊക്കെയാണ് ഇതുപോലുള്ള യുദ്ധവിമാനങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നത്. അതിന്റെ പ്രധാന കാരണം എന്തെന്നാൽ ഇതിന്റെ ഉൽപ്പാദനം നിർത്തിയത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്പെയർ പാർട്സുകളുടെ ലഭ്യത കുറഞ്ഞു. അതൊക്കെ മറികടക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ രാജ്യം ഇങ്ങനെ ഒരു പ്ലാൻ മുന്നോട്ട് വെച്ചത്.